നക്ഷത്രമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും വർണ്ണാഭമായതും ആഘോഷപൂർവമായതുമായ പേരുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: പൂരം. കേരളീയ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പൂരം എന്നത് കേവലം ഒരു നക്ഷത്രനാമമല്ല, അത് ആവേശത്തിന്റെയും ആരവത്തിന്റെയും ആനന്ദത്തിന്റെയും പര്യായമാണ്. തൃശൂർ പൂരത്തിന്റെ ഗാംഭീര്യവും ഇലഞ്ഞിത്തറ മേളത്തിന്റെ താളവും ആനപ്പുറത്തെ കുടമാറ്റത്തിന്റെ വർണ്ണപ്പകിട്ടും പോലെ തന്നെ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ്. എന്നാൽ 2026 ഏപ്രിൽ മാസത്തിലെ കാലഘട്ടം ഈ ഗുണങ്ങൾക്കൊപ്പം തന്നെ വലിയ തോതിലുള്ള ആത്മസംയമനവും വിവേകവും ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഈ മാസത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് മലയാളികളുടെ വിഷു ഈ മാസത്തിലാണ് വരുന്നത് എന്നതുകൊണ്ടാണ്. പൂരം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ എന്നത് ഒരു വശത്ത് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നതും മറുവശത്ത് വലിയ തിരിച്ചറിവുകൾ ലഭിക്കുന്നതുമായ ഒരു കാലഘട്ടമാണ്. പൊതുവെ സിംഹരാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഒരുതരം പരിവർത്തന ഘട്ടം അനുഭവപ്പെടാം. കഴിഞ്ഞ കുറെ മാസമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കോ തടസ്സങ്ങൾക്കോ ഒരു വ്യക്തത ലഭിക്കുന്ന മാസമാണിത്. ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം നിങ്ങളെ പഠിപ്പിക്കുന്നത് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കാനാണ്. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ സ്തുതി പാഠകരോടും പുകഴ്ത്തലുകളോടും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളെ അന്ധമായി പുകഴ്ത്തുന്നവരെക്കാൾ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരേപോലെ അച്ചടക്കം പാലിക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ വച്ചു പുലർത്തുന്ന ഉദാര മനസ്കത ഈ മാസം നിങ്ങൾക്ക് തിരിച്ചടിയായേക്കാം. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും വിഷു സംക്രമത്തിന് ശേഷം കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും പഴയ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ബലം ലഭിക്കില്ല എന്ന തോന്നൽ തുടക്കത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അക്ഷമ കാണിക്കാതെ മുന്നോട്ട് പോയാൽ മാസാവസാനത്തോടെ ശുഭകരമായ വാർത്തകൾ തേടിയെത്തും. കുടുംബ ബന്ധങ്ങളുടെ കാര്യമെടുത്താൽ പ്രിയപ്പെട്ടവരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഈ മാസം അവസരമൊരുങ്ങും. എങ്കിലും വാശിയും ദേഷ്യവും നിയന്ത്രിച്ചില്ലെങ്കിൽ അടുത്ത ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലതെന്ന തത്വം ഈ മാസം പൂരം നക്ഷത്രക്കാർ പാലിക്കേണ്ടതുണ്ട്. ചെറിയ അസ്വസ്ഥതകളെ പോലും അവഗണിക്കാതെ കൃത്യമായ വൈദ്യസഹായം തേടുന്നത് ഉചിതമായിരിക്കും. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ മാസം പൂരം നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലം കൂടിയാണ്. നിങ്ങളുടെ ക്ഷമയും ബുദ്ധിശക്തിയും നിശ്ചയദാർഢ്യവും ഈ കാലയളവിൽ ഉരച്ചു നോക്കപ്പെടും. ഭാഗ്യത്തെക്കാൾ ഉപരിയായി കർമ്മത്തിന് പ്രാധാന്യം നൽകേണ്ട മാസമാണിത്. ഈശ്വരവിശ്വാസവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ഈ മാസത്തെ പ്രതിസന്ധികളെ മറികടന്ന് വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് ചുവടുവെക്കാൻ സാധിക്കും. വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുകയാണ് ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം. കൃത്യമായ ദിശാബോധത്തോടെയുള്ള നീക്കങ്ങൾ നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും പുതിയ വാതിലുകൾ തുറക്കുമെന്നതിൽ സംശയമില്ല. ഈ മാസത്തെ ഓരോ ചുവടും വളരെ ആലോചിച്ചു മാത്രം വെക്കുക, പ്രത്യേകിച്ച് സാമ്പത്തിക നിയമകാര്യങ്ങളിൽ. പൂരം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ 2026 ഏപ്രിൽ മാസം വലിയ വെല്ലുവിളികളും അതേസമയം തന്നെ ചില അപ്രതീക്ഷിത അവസരങ്ങളും നൽകുന്ന ഒന്നായിരിക്കും. ഓഫീസുകളിൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കാം. അതിനാൽ പ്രധാനപ്പെട്ട ഫയലുകളും വിവരങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുന്നത് ഗുണകരമാകും. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ സ്ഥാനക്കയറ്റത്തെയോ ഇൻക്രിമെന്റിനെയോ ബാധിച്ചേക്കാം. വിഷുവിന് ശേഷം ജോലിയിൽ ചില അനുകൂലമായ മാറ്റങ്ങൾ വരാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇത് തുടക്കത്തിൽ പ്രയാസകരമായി തോന്നാമെങ്കിലും ഭാവിയിൽ ഗുണകരമാകും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സാമാന്യം നല്ലതാണ്. എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് വിശ്വസ്തരായ ആളുകളുമായി ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏപ്രിൽ 3-ാം വാരത്തോടെ പുതിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പരസ്യങ്ങൾക്കും മാർക്കറ്റിംഗിനും വേണ്ടി പണം ചെലവാക്കുന്നത് വഴി ബിസിനസ് മെച്ചപ്പെടുത്താൻ സാധിക്കും. പുതിയ ജോലി തേടുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം ശുഭകരമാണ്. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം, കല എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. അഭിമുഖങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടമാക്കാൻ ശ്രദ്ധിക്കുക. മാസത്തിന്റെ അവസാന പകുതിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പൂരം നക്ഷത്രക്കാർ ഈ മാസം അതീവ ജാഗ്രത പുലർത്തണം. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള മാസമാണിത്. കൃത്യമായ വരുമാനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ നിങ്ങളുടെ ബഡ്ജറ്റിനെ തെറ്റിച്ചേക്കാം. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയോ പണം ചെലവാകാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത ഈ മാസം നിയന്ത്രിക്കണം. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ അമിത ലാഭം പ്രതീക്ഷിച്ച് വലിയ തുകകൾ ഇറക്കരുത്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മാസത്തിന്റെ അവസാന വാരത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ലോട്ടറി, ചിട്ടി തുടങ്ങിയവയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റിയ സമയമാണിത്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം പൂർണ്ണമായും ഒഴിവാക്കുക. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ മാത്രമേ ഭാവിയിലെ വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ സാധിക്കൂ.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ പിടിവാശികൾ ഒഴിവാക്കുന്നത് ബന്ധം ഊഷ്മളമാക്കി നിലനിർത്താൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. മാസത്തിന്റെ രണ്ടാം പകുതിയോടെ ദാമ്പത്യത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. ഒരുമിച്ചുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുന്നത് മനസ്സിന് സന്തോഷം നൽകും. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് വലിയ കരുത്താകും. സഹോദരങ്ങളുമായി സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അനുകൂലമായ സമയമാണ്. കുട്ടികളുടെ പഠനകാര്യത്തിലും സ്വഭാവ രൂപീകരണത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. വീട്ടിൽ ചെറിയ തോതിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സന്ദർശനം മൂലം വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. നട്ടലിനോ സന്ധികൾക്കോ വേദന അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഭാരമേറിയ ജോലികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. അനാവശ്യമായ ഭയവും ആശങ്കയും നിങ്ങളെ വേട്ടയാടിയേക്കാം. ജോലിഭാരം മൂലം സമ്മർദ്ദം അനുഭവപ്പെടാം. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാകരുത്. ഇത് ശത്രുക്കളെ സൃഷ്ടിക്കാൻ കാരണമാകും. നിയമപരമായ രേഖകളിലും കരാറുകളിലും ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ദൂരയാത്രകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ശ്രദ്ധിക്കുക. ലഹരി വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെയും സൽപ്പേരിനെയും ബാധിക്കാം. 2026 വിഷു പൂരം നക്ഷത്രക്കാർക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ് നൽകുന്നത്. വിഷുവിന് ശേഷമുള്ള കാലയളവ് മുന്നോട്ടുള്ള പാതയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വിഷു കൈനീട്ടമായി ലഭിക്കുന്ന ഭാഗ്യം നിങ്ങളെ പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് നയിച്ചേക്കാം. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിളവെടുപ്പിൽ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലോ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ നീങ്ങാൻ തുടങ്ങും. കർമ്മരംഗത്ത് അംഗീകാരങ്ങൾ തേടിയെത്തും. സാമൂഹികമായി വലിയൊരു പദവി നിങ്ങളെ തേടി വന്നേക്കാം. മൊത്തത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത് ഈ വിഷുക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കും. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര, പിൻവിളക്ക് എന്നിവ വഴിപാടായി കഴിപ്പിക്കുക. ഓം നമഃശിവായ മന്ത്രം പതിവായി ജപിക്കുക. അഷ്ടമശനി ദോഷം കുറയ്ക്കാനായി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം കത്തിക്കുക. കറുത്ത എള്ളു ദാനം ചെയ്യുന്നത് നല്ലതാണ്. പൂരം നക്ഷത്രനാഥനായ ശുക്രന്റെ പ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ഭജനം നടത്തുക. ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ഐശ്വര്യം നൽകും. സാധുക്കൾക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുക. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുന്നത് പുണ്യമാണ്. വീട് പണിയാനോ ഭൂമി വാങ്ങാനോ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായ ചില സൂചനകൾ ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിന്റെ പകുതി വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ജാതക പൊരുത്തം കൃത്യമായി നോക്കുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ഇത് മനസ്സിന് വലിയൊരു ആശ്വാസം നൽകും. പൂരം നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും പ്രവർത്തിച്ചാൽ വിജയത്തിലെത്താൻ സാധിക്കും. അനാവശ്യമായ ആകുലതകൾ ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ മുന്നേറുക. ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും അതീവ ശ്രദ്ധ പുലർത്തുന്നത് വരാനിരിക്കുന്ന വലിയ ആപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. വിഷുവിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുമെന്നതിനാൽ പ്രത്യാശയോടെ ഇരിക്കുക.